നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അറിയാവുന്നവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയ ഒരു ഇമെയിൽ ഐ ഡി കയറി ചാനലങ്ങ് തുടങ്ങുക. ചാനലെന്ന് പറഞ്ഞ് തുടങ്ങുക. അപ്പോൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പാസ്വേഡോ ഒന്നും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പർ ഏതാണെന്ന് പോലും അറിയത്തില്ല. ഈ ഇടയ്ക്ക് ഈ ഫോൺ നമ്പർ ഞാൻ കട്ടായിപ്പോയി. നമ്മുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയാണെങ്കിൽ അതും നമ്മുടെ ചാനലിനെ ബാധിക്കും കുറേ നാൾ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫോൺ നമ്പർ ഏതാണെന്നും ഈ ഇമെയിൽ ഐ ഡി ഏതാണെന്നും ഇതിൻ്റെ പാസ്വേഡ് ഏതാണെന്നൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം പോകാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് ക്രോമിൽ കയറി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആ വെരിഫിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. മോണിറ്റൈസേഷനിലേക്ക് അടുക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാകുന്നത്. നമ്മൾ വെറുതെ വീഡിയോസ് ഷോർട്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുറേ ലൈവൊക്കെ ചെയ്ത് വാച്ചവറൊക്കെ ആയി കഴിയുമ്പോൾ ഇതൊന്നും റെഡി ആയില്ലെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ടെക് ചാനലുകൾ കാണാം. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടെക് ചാനലുകൾ. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ അധികം വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഡെയിലി കാണണം. ഞാനാണെങ്കിൽ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ ടെക് വീഡിയോകൾ കാണാറുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഡെയിലി ചെയ്യാനൊക്കെ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. ഇങ്ങനെയാണ് പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേഷൻസൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് പ്രധാനമായിട്ടും ചെയ്യണം. പുതിയതായിട്ട് തുടങ്ങിയ ചാനൽസൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. പഴയ ചാനൽസിലൊക്കെ ഒരുവിധം കാര്യങ്ങൾ അറിയാം. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് ലൈവ് അപ്ഡേഷനാണ്. ലൈവിൽ കുട്ടികളെ കാണിക്കാൻ പറ്റത്തില്ല. വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിച്ചൺ ലൈവൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. കത്തി പിന്നെ തീ പട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞു, എൻ്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ചോര എടുത്ത് കാണിക്കുന്നത്, അല്ലെ കൈ പൊള്ളിയെന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പഴയതുപോലെയല്ല. ഇപ്പോൾ കൂടുതൽ ലൈവുകൾ വരുന്നതുകൊണ്ടായിരിക്കും അല്ലേ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ വീഡിയോസ് കൂടെയൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രൈക്ക് കിട്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെർമിനേറ്റ് ആയി പോവുകയാണെങ്കിൽ ചാനൽ അങ്ങ് പോകും. സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനുള്ള പോം വഴിയുണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു സ്ട്രൈക്ക് കിട്ടി. അങ്ങനെ നിരന്തരം സ്ട്രൈക്ക് കിട്ടിയ ചാനലേ പോകും. അതുകൊണ്ട് സ്ട്രൈക്കൊന്നും വരുത്താതെ നോക്കുക എല്ലാവരും കേട്ടോ. ഇന്ന് നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടിക്കാണെങ്കിൽ സ്ട്രൈക്ക് വന്നു ആകെ ടെൻഷനായി. അങ്ങനെയൊന്നും ടെൻഷനൊന്നും ആകേണ്ട കാര്യമില്ല. സ്ട്രൈക്ക് കിട്ടി അവർ 90 ദിവസത്തേക്കിനൊക്കെ തരുന്നെങ്കിൽ അത് കഴിയുമ്പോൾ സ്ട്രൈക്ക് മാറും. അല്ലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് കിട്ടിയിട്ട് 3-ാമത്തെ ദിവസം അത് ഓപ്പൺ ആക്കി കൊടുത്തു. അവർ ആ ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. വീഡിയോസ് ചെക്ക് ചെയ്യാൻ കൊണ്ട് എടുത്തു. വലിയ കുഴപ്പമില്ലെങ്കിൽ അവർ തിരിച്ചു തരും. നമുക്ക് ലൈവ് ഓപ്ഷനൊക്കെ കിട്ടും. ലൈവ് പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മൾ ഒരു ചാനലിലൂടെ തുടങ്ങിയിടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ കോൺടാക്റ്റിലുള്ളവരെയൊക്കെ വെച്ച് നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒപ്പിച്ച് ഒരു ചാനലിലൂടെ ആക്കിയിടും. നമ്മുടെ ചാനലിൽ പോയാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ തന്നെ കാണുമല്ലോ. വീണ്ടും നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. അവസാനം പറഞ്ഞത് ഒരു പോം വഴിയാണ് കേട്ടോ. വിഷമം ഉണ്ടാകാതിരിക്കാനുള്ളത്. അങ്ങനെയല്ല, ഉള്ള ചാനൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിടുക. പിന്നെ ലൈവ് മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ വലിയ വീഡിയോകൾ, ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യുക. അത് ഡെയിലി കുറഞ്ഞതൊരു 3 വീഡിയോ എങ്കിലും ഇടാൻ ശ്രമിക്കുക. ഷോർട്സാണ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ ഷോർട്സ് ചെയ്യുക. അതാണ് എനിക്ക് തരാനുള്ള ഒരു ചെറിയ ഉപദേശം. ഷോർട്സ് നിർത്തരുത് കേട്ടോ. പിന്നെ ഫിൽറ്റർ ഇടുന്ന കാര്യം എല്ലാവരും കളിയാക്കും കേട്ടോ. എന്നോടും പറയും ഫിൽറ്റർ ഇട്ട് പുട്ടിയിട്ടു എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഇച്ചിരി ഫിൽറ്ററൊക്കെ ഇട്ടാലേ ഒരു ഗുമ്മുള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫിൽറ്റർ ഇടുന്നത്. ഇന്നത്തെ എൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് ഫിൽറ്റർ ഇല്ലാതെയുള്ള ഞാനിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഫിൽറ്റർ ഇടുന്നതും നേരിട്ടുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ച് ക്ലാരിറ്റിയൊക്കെ വന്ന് വീഡിയോ ഒരു നല്ല കളർഫുൾ ആകണമെങ്കിൽ ഫിൽറ്ററൊക്കെ അത്യാവശ്യമാണ്. അനുയോജ്യമായ ഫിൽറ്ററൊക്കെ ഇട്ട് ഷോർട്സൊക്കെ ചെയ്തോ കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വരും. ഇഷ്ടപ്പെടാത്തവർ നമ്മളെ കളിയാക്കുകയും ചെയ്യും. അവരെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ ഇതൊക്കെ. അതിനുള്ള കുശുമാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ.